ഹലോ ഗൈസ്, കോപ്പ അമേരിക്കയിലെ സെമി ഫൈനൽ പോരാട്ടം അർജന്റീന വേഴ്സസ് കാനഡ തമ്മിലുള്ള മത്സരം ഇതാ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. പ്രതീക്ഷിത പോലെ തന്നെ അപ്രതീക്ഷിതമായി ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ലോക ചാമ്പ്യന്മാരായിട്ടുള്ള അർജന്റീന, നിലവിലെ കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരായിട്ടുള്ള അർജന്റീന അതെ വീണ്ടും 2024 കോപ്പ അമേരിക്ക ഫൈനലിൽ എത്തിയിരിക്കുന്നു. യെസ്, അർജന്റീന ഇതാ വീണ്ടും ഫൈനൽ കളിക്കാൻ ഇറങ്ങുന്നു. അതെ, ഇതാണ് ടീം വർക്ക്. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് അർജന്റീന കാനഡയെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ലയണൽ മെസ്സിയും അതുപോലെ തന്നെ ഹുലിൻ ആൽവാരസുമാണ് അർജന്റീനക്കായി ഗോളുകൾ കണ്ടെത്തിയിട്ടുള്ളത്. അത്യാവശ്യം നന്നായി തന്നെയാണ് കാനഡ കളിച്ചിട്ടുള്ളത്. പക്ഷേ തുടക്കത്തിൽ തന്നെ എമി മാർട്ടിനസിനെ പരീക്ഷിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തുടർന്ന് കളിയുടെ 22ാമത്തെ മിനിറ്റിൽ ഡീപോളിന്റെ ഒരു കിടിലൻ പാസ്സാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിന്റെ ഒരു മികച്ച പാസിൽ നിന്ന് അത് കൃത്യമായി കണക്ട് ചെയ്തുകൊണ്ട് ഗോൾ കീപ്പറെയും മറികടന്നുകൊണ്ട് ആൽവാരസ് ആണ് അർജന്റീനയ്ക്ക് മത്സരത്തിൽ മുൻതൂക്കം നേടിക്കൊടുക്കുന്നത്. സ്കോർ 1-0 എന്ന നിലയിൽ. തുടർന്നും അവസരങ്ങൾ ഏറെ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു അർജന്റീന. പക്ഷേ ആദ്യ പകുതിയിൽ തുടർന്ന് ഗോളുകളൊന്നും നേടാൻ അവർക്ക് സാധിച്ചില്ല. പിന്നീട് കളിയുടെ സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നു. സെക്കൻഡ് ഹാഫിൽ കുറച്ചുകൂടി ഉണർന്ന് കളിക്കുന്ന ഒരു കാനഡയാണ് നമ്മൾ കണ്ടത്. എന്തായാലും രണ്ടാം പകുതിയിൽ 51ാമത്തെ മിനിറ്റിൽ എൻസോ ഫെർണാണ്ടസ് ഉതിർത്ത ഷോട്ട് ഗോളിലേക്ക് തിരിച്ചുവിട്ടുകൊണ്ട് ലയണൽ മെസ്സി അർജന്റീനയുടെ വിജയം അവിടെ പൂർത്തിയാക്കുകയായിരുന്നു. അതെ, ടൂർണമെന്റിലെ ലിയോ മെസ്സിയുടെ ആദ്യത്തെ ഗോൾ കൂടിയാണിത്. ഈ ഒരു ഗോൾ കണ്ടെത്തിയതോടുകൂടെ ലയണൽ മെസ്സി കളിച്ച 6 കോപ്പ അമേരിക്ക ടൂർണമെന്റുകളിലും ഗോളുകൾ കണ്ടെത്തിയിരിക്കുന്നു. യെസ്, 2007, 2015, 2016, 19, 2021, 2024 എന്നീ 6 കോപ്പ അമേരിക്ക ടൂർണമെന്റുകളിലും ലയണൽ മെസ്സി ഗോൾ അടിച്ചിട്ടുണ്ട്. ലിയോ മെസ്സി ഹാസ് സ്കോർഡ് ഇൻ 6 കോപ്പ അമേരിക്കാസ്. അതെ, ഇതൊരു റെക്കോർഡ് തന്നെയാണ്. അർജന്റീന രണ്ടാമത്തെ ഗോളും നേടിയതിനു ശേഷം പിന്നീട് ഗോളുകൾക്കായി കഠിന പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന കാനഡയാണ് നമ്മൾ കാണുന്നത്. പലപ്പോഴും അർജന്റീന പ്രതിരോധത്തിലെ മോശം പാസുകളും അവർക്ക് സഹായമായിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ ഒരിക്കലൊഴിച്ചാൽ എമി മാർട്ടിനസിനെ നന്നായി പരീക്ഷിക്കാൻ പോലും ജെസി മാർഷിന്റെ ടീമിന്, അതായത് കാനഡയ്ക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അതെ, ഇവിടെയും എമിലിയാനോ മാർട്ടിനസ് തന്റെ മികവ് കാട്ടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെ നമ്മൾ എടുത്തു പറയണം. അങ്ങനെ ഇതാ കാനഡയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തോൽപ്പിച്ചുകൊണ്ട് അർജന്റീന വീണ്ടും ഒരു ഫൈനൽ കളിക്കാൻ ഇറങ്ങുന്നു. യെസ്, അർജന്റീന റീച്ച് ദെയർ 3rd സ്ട്രൈറ്റ് ഫൈനൽ അറ്റ് എ മേജർ ടൂർണമെന്റ്. യെസ്, ഇന്ന് പറയുമ്പോൾ സാങ്കേതികമായിട്ട് നമുക്കത് നാളെയാണ് കാണാൻ പറ്റുക. ഉറുഗ്വേ വേഴ്സസ് കൊളംബിയ തമ്മിലുള്ള 2ാമത്തെ സെമി ഫൈനൽ മത്സരത്തിലെ വിജയികളാവും അർജന്റീനയ്ക്കെതിരെ കോപ്പ അമേരിക്ക ഫൈനൽ കളിക്കാൻ ഇറങ്ങുന്നത്. കാത്തിരിക്കാം അത് ആരാവുമെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ പിന്നെ എന്താണ് ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ? വീഡിയോ കാണുന്നവരിൽ ചാനൽ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ജസ്റ്റ് ഒന്ന് പരിഗണിക്കണേ. അപ്പോൾ പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ചെറിയൊരു ഗുഡ് ബൈ.